ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ലവ് ഓൺ ഡ്യൂട്ടി ഓഫ് ഡിവോഴ്സിലെ 9ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. അവളിങ്ങനെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അവളെ പിടിച്ച് കിസ് ചെയ്യുന്നതാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ അവൾ പെട്ടെന്ന് മിസ്റ്റർ ഫൂ എന്നിങ്ങനെ പറയുമ്പോൾ അവൻ ഉറക്കത്തിൽ തന്നെയാണ്. അത് കാരണം അവനെ ഉണർത്തണ്ട എന്ന് കരുതി അവൾ പതിയെ എഴുന്നേറ്റ് സൗണ്ട് ഉണ്ടാക്കാണ്ട് പോവാണ്. അവളാണെങ്കിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവൻ കണ്ണുറക്കും. അവൻ ആക്ച്വലി ഉറക്കത്തിലല്ലായിരുന്നു, അഭിനയിക്കായിരുന്നു. അത് കഴിഞ്ഞ് അവളിങ്ങനെ മുറ്റത്തിരിക്കുമ്പോൾ അവൾക്കുള്ള മെഡിസിനുമായിട്ട് അവൻ വരികയാണ്. എന്നിട്ട് അവൻ പറയും, ഡോക്ടർ പറഞ്ഞു നീ പെട്ടെന്നാണ് റിക്കവർ ആവുന്നത്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൾ അവനോട് താങ്ക്സ് പറയാണ്. കാരണം ഇത്രയും ദിവസം അവൻ അവളെ ഒരു പൊന്നു പോലെയാണല്ലോ നോക്കിയത്. അവൻ പറയും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിന്നെ നന്നായിട്ട് നോക്കുന്നു, ഇനി ആ മെഡിസിൻ കഴിക്കാൻ പറയും. അവളത് ടേസ്റ്റ് ചെയ്യും. കഴിക്കുമ്പോൾ ഭയങ്കര കയ്പ്പാണ്. അവൾ കയ്പ്പാണ് എന്ന് പറയേണ്ട താമസം അവൻ അവിടെ ഇരുന്ന ഒരു ക്യാൻഡി പൊട്ടിക്കും, എന്നിട്ട് അത് വായിലിടും. അതിനുശേഷം അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളെ ഭയങ്കരമായിട്ട് കിസ് ചെയ്യാണ്. എന്നിട്ട് അവളോട് ചോദിക്കും, ഇപ്പോഴും കയ്പ്പ് തോന്നുന്നുണ്ടോ? പെന്നി പറയും, ഇല്ല ഇപ്പം തോന്നുന്നില്ല. അത് കഴിഞ്ഞ് അവൾ റിക്കവർ ആവുകയാണ്. അവൾ റിക്കവർ ആയതിനു ശേഷം അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന ആ സമയത്താണെങ്കിലും മിസ്റ്റർ ഫൂ അവിടെ ഇല്ല. അവനൊരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട് പുറത്താണ്. അപ്പോൾ ചെൻ പറയുന്നുണ്ട് അവളോട്, ഇപ്പോൾ പോകണ്ട, ഫൂ വന്നിട്ട് പോയാൽ പോരെ, അവൻ വരുമ്പോൾ നീ ഇവിടെ ഇല്ലയെന്നറിയുകയാണെങ്കിൽ അവൻ എൻ്റെ നെഞ്ചത്തേക്കാണ് കയറുക. അപ്പോൾ പെന്നി പറയും, ഏയ് വിഷമിക്കേണ്ട ആവശ്യമില്ല, മിസ്റ്റർ ഫൂ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ മിസ്റ്റർ ഫൂവിനോട് എക്സ്പ്ലെയിൻ ചെയ്തോളാം. എന്നെ ഇവിടെ വയ്യാതിരുന്ന സമയത്ത് നന്നായിട്ടാണ് നോക്കിയത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവും. അവൾ നേരെ പോകുന്നത് അവളുടെ കമ്പനിയിലാണ്. പിന്നെ അവൾ വീണ്ടും അവളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവൾക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് ഗ്രാൻഡ് പേയാണ് വിളിക്കുന്നത്. ഷെങ്മിയാൻ, എന്നെ കണ്ടിട്ട് കുറേ നാളായില്ലേ, ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് വാ, ഇന്നിവിടെ നിന്നിട്ട് നാളെ പോവാമെന്നും പറഞ്ഞ് ഗ്രാൻഡ് പേയാണ് വിളിക്കുന്നത്. അവൾ തിരക്കിലാണ് എന്ന് പറയാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഗ്രാൻഡ് പേ പറയും, ഞാനിപ്പോൾ വയസ്സായില്ലേ, ഇപ്പോൾ എന്നോട് സംസാരിക്കാനായിട്ടാണ് ആരുമില്ല, ഇപ്പോൾ ഒറ്റയ്ക്കായ ഒരു ഫീലാണ്. നീയോ എന്നെ ഒറ്റയ്ക്കാക്കില്ലല്ലോ മോളെ എന്ന് ഗ്രാൻഡ് പേ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ പറ്റില്ല. അവൾ അന്ന് രാത്രി വരാമെന്ന് സമ്മതിക്കും. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഫൂ എന്തായാലും ഒരു ബിസിനസ് ട്രിപ്പിന് പോയേക്കാണ്, അപ്പോൾ എന്തായാലും ഗ്രാൻഡ് പേയുടെ അടുത്ത് വരത്തില്ല, അതുകൊണ്ട് സേഫ് ആണെന്ന് അവൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല നടന്നിരുന്നത്. അവൾ അവിടെ എത്തി ഗ്രാൻഡ് പേ തിരക്കുമ്പോൾ ഗ്രാൻഡ് പേ ആണെങ്കിൽ ഫൂവിനെയും കൊണ്ടാണ് വരുന്നത്. ഫൂവും ഗ്രാൻഡ് പേയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ മിയാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അവള് കയ്യിലുള്ള ഹാറ്റൊക്കെ വെച്ച് തലയിൽ മറിച്ചിട്ടുണ്ട്, പോരാത്തതിന് മാസ്ക് ഒക്കെ വെച്ച് മുഖവും മറിച്ചിട്ടുണ്ട്. അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്ന കണ്ടിട്ട് ഫൂ ഇങ്ങനെ നോക്കുകയാണ്, അതാരാണെന്നും പറഞ്ഞ്. അപ്പോൾ ഗ്രാൻഡ് പേ പറയുന്നുണ്ട്, മിയാനെ നീ നേരത്തെ എത്തിയോ? അപ്പോൾ ഫൂവിന് മനസ്സിലാവുമോ ഇത് മറ്റേ അവളാണ്. അവളാണ് ആരെന്നറിയാതിരിക്കാൻ വേണ്ടി മാക്സിമം അവൾ കവർ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ചുമയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗ്രാൻഡ് പേയോട് പറയും, ഗ്രാൻഡ് പാ എനിക്കിപ്പോൾ അലർജിയാണ്, മുഖം പുറത്ത് കാണിക്കാനായിട്ട് പറ്റില്ല, ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് എൻ്റെ റൂമിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കും. അവളിങ്ങനെ റൂമിലോട്ട് പോകാനായിട്ട് നടക്കുമ്പോൾ ഫൂ ആണെങ്കിൽ പറയും, അവിടെ നിൽക്കുമെന്ന് പറയും. അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ എല്ലാം അവസാനിച്ചോ, ഇതോടെ അവൻ കണ്ടുപിടിക്കുമെന്നൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് നടന്ന് പോകുന്നുമുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് ചെന്നിട്ട് ഷോൾഡറിൽ ഇങ്ങനെ തൊടാനായിട്ട് പോകുമ്പോൾ ഗ്രാൻഡ് പേ അവനോട് പറയും, എടാ അവൾക്ക് വയ്യെന്നല്ലേ പറയുന്നേ, അവൾ പോയി റെസ്റ്റ് എടുത്തോട്ടെ, നീ അവളെ വെറുതെ വിട്. അത് കേട്ടതും അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഫൂ വന്നിട്ട് ഗ്രാൻഡ് പേയോട് ചോദിക്കുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടാണോ ഗ്രാൻഡ് പേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അപ്പോൾ ഗ്രാൻഡ് പേ ചോദിക്കും, നീ അവളോട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ, അവളെന്താ ഇങ്ങനെ പിണങ്ങിപ്പോയ പെട്ടെന്ന്? അപ്പോൾ ഫൂ വിചാരിക്കുകയാണ്, ഈ പെണ്ണ് കാരണം എനിക്കൊരു മനസ്സമാധാനവും ഇല്ലല്ലോ. ഗ്രാൻഡ് പേ പറയും, എന്തായാലും അവളിപ്പോൾ പൊക്കോട്ടെ, അവളോട് നാളെ സംസാരിച്ചാൽ മതി, നമുക്ക് പോയി 2 കഴിച്ചാലോ? അപ്പോൾ ഫൂ പറയും, പിന്നെന്താ ഗ്രാൻഡ് പേ, പോവാന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകും. എന്നാലും ഫൂ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, അവൾ ആരാണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയിൽ. എന്നാൽ അവളോടൊട്ട് ഇൻട്രസ്റ്റും ഇല്ല. മിയാനാണെങ്കിൽ ഇവിടെ അവളുടെ റൂമിൽ കുളിച്ച് ഫ്രഷായി കട്ടിലിരിക്കുകയാണ്. എന്നിട്ടും അവളിങ്ങനെ മനസ്സിലാലോചിക്കും, ഞാൻ മിണ്ടാതിരിക്കുകയാണെങ്കിലും ഞാൻ രക്ഷപ്പെടും, അവൻ്റെ അടുത്തേക്ക് പോവാതിരുന്നാൽ മാത്രം മതി. അപ്പോഴേക്കും ഗ്രാൻഡ് പേയുടെ സൗണ്ട് കേൾക്കുകയാണ് ഡോറിൻ്റെ അവിടെ നിന്ന്. മിയാനെ ഇതേ അവൻ അങ്ങോട്ട് വരുന്നുണ്ട്, അവൻ കുടിച്ചിട്ടുണ്ട്, അവനെ ശ്രദ്ധിച്ചോളണേ, നോക്കിക്കോളണേ എന്ന് പറയാണ്. അപ്പോഴേക്കും ഫൂ ആണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അവളാണെങ്കിൽ ആകെ അമ്പരക്കും. അവൻ റൂമിൽ എത്തി, അവളുടനെ നേരെ തിരിഞ്ഞിരിക്കും. ഇവൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നത് എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇന്നത്തോടെ ഇതെല്ലാം അവസാനിക്കുമെന്നാണ് തോന്നുന്നത്. അവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരും. അവൻ അടുത്ത് വരുന്നത് കാരണം അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവൻ അവളുടെ കൈ പിടിച്ച് അവളെ ഇങ്ങോട്ടേക്ക് തിരിക്കും. അവളുടെ മുഖം കണ്ടതും അവൻ പെന്നി എന്ന് വിളിക്കും. അപ്പോൾ പെന്നിയാണെങ്കിൽ ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അവൻ ബെഡിലേക്ക് മറിഞ്ഞു വീഴുകയാണ് അവളോടെ. അവൻ അത്രയും കുടിച്ചിട്ടുള്ളത് കാരണം തന്നെ അവന് ബോധമില്ല. അവൻ അവിടെ കിടന്നുറങ്ങും. അവൾക്ക് മനസ്സിലായി അവൻ അവളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന്.
അവൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ അവളിങ്ങനെ അവൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അവളിങ്ങനെ മനസ്സിലാലോചിക്കും, ഞാൻ പെണ്ണി ആയതുകൊണ്ടാണ് നിനക്ക് ഈ അട്രാക്ഷൻ എന്നോട് തോന്നുന്നത്. ഞാനാണ് ഷെങ്മിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ചിലപ്പോൾ വെറുക്കുമോ? പിറ്റേ ദിവസമാവും അവൾ രാവിലെ എഴുന്നേറ്റ് ആരും കാണാണ്ട് അവിടെ നിന്ന് പോകാനുള്ള പ്ലാനാണ്. പക്ഷെ അവളുടെ ബാഗ് ഹോളിലാണ് ഇരിക്കുന്നത്. അതെടുക്കാനായിട്ട് വരികയാണ്. അപ്പോഴേക്കും അവൻ്റെ അമ്മ അവളെ കാണും. നീ എന്താ ഇവിടെ എന്ന് അമ്മ ചോദിക്കും. അവളെന്തെങ്കിലും പറയാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ അമ്മ പറയും, മിണ്ടാതിരിക്കേ, എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട. നീ ഓൾറെഡി ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തതാണ്, എന്നിട്ടും നീ എന്തിനാ അവനെ ചുറ്റിപ്പറ്റി നടക്കുന്നേ? അവളിങ്ങനെ ഗ്രാൻഡ്പ വിളിച്ചിട്ടാണ് അവൾ വന്നത് എന്ന് പറയാനായിട്ട് അമ്മ സമ്മതിക്കുന്നില്ല. അതിനു മുന്നേ അമ്മ പറയാണ്, നീ പറയുന്ന എനിക്കൊന്നും കേൾക്കണ്ട. നിനക്ക് നാണമില്ലല്ലോ വീണ്ടും ഇവിടെ വലിഞ്ഞു കയറി വരാനായിട്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ജീവൻ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ ഇവിടെ കേട്ടില്ല. അമ്മയുടെ സൗണ്ട് ഒച്ചത്തിൽ കേൾക്കുന്നത് കാരണം യങ്ഷാൻ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, അമ്മ എന്ത് പറ്റി? അവൻ്റെ സൗണ്ട് കേൾക്കുന്നതും ഷെങ്മിയാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും അവനും ഹോളിലേക്ക് വരും. പക്ഷേ അവൻ അവളുടെ ഫേസ് കാണുന്നില്ല, അവൻ്റെ ബാക്കാണ് കാണുന്നത്. അവൻ അവളുടെ പുറകെ പോകാൻ നിൽക്കുമ്പോൾ അമ്മ പറയും, നീ പോണ്ട. അവള് ഗ്രാൻഡ്പയുടെ സൈഡ് പിടിച്ച് എങ്ങനെയും ഇവിടെ കയറി പറ്റാനായിട്ട് നോക്കുക. അതിന് സാധിച്ചില്ല എന്നറിഞ്ഞപ്പോഴത്തേക്കും അവൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ. നീ അവളുടെ പുറകെ ഒന്നും പോണ്ട. ഇവളുടെ ഫേസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ റൂമിലേക്ക് വരികയാണ്. റൂമിൽ വന്നിട്ട് മറ്റേ മാരേജ് ലൈസൻസ് ഉണ്ടല്ലോ, അത് വെച്ചിരുന്ന ഷെൽഫ് നോക്കുകയാണ്. അവനതിങ്ങനെ കയ്യിലെടുക്കും. എന്നിട്ട് അത് തുറക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അതോടുകൂടി ഈ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.